ചന്തയിലുള്ള ചായക്കട ചായ കുടിക്കുവാൻ മാത്രമുള്ളതല്ല, പലർക്കും ഇരുന്ന് വാചകമടിക്കുവാൻ കൂടിയുള്ളതാണ്. മുല്ല കൂടി കൂട്ടത്തിലുണ്ടെങ്കിൽ പിന്നെ ബഹുരസമാണ്. ഒരു ദിവസം ചായക്കടയിലെത്തിയ മുല്ലയോട് ഒരാൾ ചോദിച്ചു, കഷ്ടം മല്ലാക്ക, നിങ്ങളൊരു പേടിത്തൊണ്ടനല്ലേ? എന്താ കാര്യം? ഇന്നലെ രാത്രി നിങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറിയെന്നും നിങ്ങൾ പേടിച്ചു വിറച്ച് കട്ടിലിൻ്റെ ചുവട്ടിൽ ഒളിച്ചിരുന്നുവെന്നും കേട്ടല്ലോ. മുല്ലയെ കളിയാക്കിയുള്ള ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ കേട്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം ചിരിച്ചപ്പോൾ യാതൊരു കൂസലും കൂടാതെ മുല്ല അവരോടായി പറഞ്ഞു, നിങ്ങൾ കേട്ടത് സത്യം തന്നെ. പക്ഷേ കട്ടിലിൻ്റെ അടിയിൽ ഞാൻ ഒളിച്ചിരുന്നത് കള്ളനെ പേടിച്ചല്ല. പിന്നെ? ജിജ്ഞാസയോടെയുള്ള ജനങ്ങളുടെ ചോദ്യം കേട്ട മുല്ല തുടർന്നു, കള്ളന് മോഷ്ടിക്കാനുള്ള യാതൊരു വകയും എൻ്റെ വീട്ടിലില്ലെന്നുള്ള സത്യം എനിക്ക് മാത്രമല്ലേ അറിയൂ. അതുകൊണ്ട് തന്നെ കള്ളനെ അഭിമുഖീകരിക്കുവാനുള്ള നാണം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ കട്ടിലിനടിയിൽ ഒളിച്ചത്. മുല്ലയുടെ വാക്കുകൾ കേട്ട ജനം തെല്ലൊരു പരിഹാസത്തോടെ ചോദിച്ചു, അപ്പോൾ മൊല്ലാക്ക, നിങ്ങൾക്ക് കള്ളന്മാരെ പേടിയില്ലേ? ഏയ്, യാതൊരു പേടിയുമില്ല. മാത്രമോ ഞാൻ കള്ളന്മാരെ ഓടിക്കാൻ ധീരത പ്രദർശിപ്പിച്ച ഒട്ടേറെ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓഹോ, അങ്ങനെയോ? എന്നാൽ ഒരു സന്ദർഭം പറയുക, ഞങ്ങളും കൂടി അറിയട്ടെ. ചായക്കടക്കാരൻ കൊടുത്ത ചായ മൊത്തി കുടിച്ചുകൊണ്ട് മുല്ല തുടർന്നു, ഒരു ദിവസം രാത്രി ഞാൻ വീട്ടിലേക്ക് പോകും വഴി 10-20 കള്ളന്മാരുടെ മുന്നിലകപ്പെട്ടു. എന്നിട്ടോ? എന്നിട്ടെന്താ, ഞാനൊരുത്തൻ ആ 20 കള്ളന്മാരെയും ഓടിച്ചു. അതെങ്ങനെ സാധിച്ചു മല്ലാക്ക? വളരെ എളുപ്പം. കള്ളന്മാരെ കണ്ട ഉടൻ ഞാൻ ഓടാൻ തുടങ്ങി, അവരെൻ്റെ പിന്നാലെയും. മുല്ലയുടെ അസാമാന്യ ധീരത കേട്ട് ജനം മൂക്കത്ത് വിരൽ വെച്ചു നിന്നപ്പോൾ യാതൊന്നും ഉരിയാടാതെ മുല്ല അവിടെ നിന്നും ഇറങ്ങി നടന്നു.